കറുത്ത വ്യാഴാഴ്ച എന്തെന്നാണ് പറയുന്നത്. 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ചയെ കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നു. ഓക്കെ, ഡേറ്റ് മറക്കല്ല. 1929 ഒക്ടോബർ 24 സംഭവം എന്താണ്? കറുത്ത വ്യാഴാഴ്ച. അടുത്ത ഫാസിസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാറ്റിൻ പദമായ ഫാസസ് എന്ന വാക്കിൽ നിന്നാണ് ഫാസിസം എന്ന വാക്ക് രൂപം കൊണ്ടത്. ഇതിന്റെ അർത്ഥം ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴുവും എന്നാണ്. പുരാതന റോമിലെ അധികാരത്തിന്റെ ചിഹ്നമായിരുന്നു ഇത്. അപ്പൊ ഫാസിസം എന്ന പദം ലാറ്റിൻ ഫാസസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായതെന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത പുരുഷന് യുദ്ധം സ്ത്രീകൾക്ക് മാതൃത്വം പോലെയാണ് പറഞ്ഞത് മുസോളിനിയാണ്. അടുത്ത് അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകളെ തേടിയായിരുന്നു. ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് അപ്പോൾ പ്രതിഷേധിച്ചില്ല. പിന്നീട് അവർ വന്നത് ട്രേഡ് യൂണിയൻകാരെ തിരക്കിയായിരുന്നു. ഞാനൊരു ട്രേഡ് യൂണിയൻകാരനല്ലാത്തതിനാൽ ഞാൻ പ്രതിഷേധിച്ചില്ല. പിന്നീട് അവർ വന്നത് ജൂതരെ തേടിയായിരുന്നു. ഒരു ജൂതനല്ലാത്തതിനാൽ ഞാൻ അപ്പോഴും പ്രതിഷേധിച്ചിട്ടില്ല. ഒടുവിൽ അവർ വന്നത് എന്നെ തേടിയായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ മറ്റാരും ബാക്കിയുണ്ടായിരുന്നില്ല. ജർമ്മൻ പുരോഹിതനായ പാസ്റ്റർ മാർട്ടിൻ നിമോയിലറുടെ വാക്കുകളാണ് ഇത്. ചെമ്പക രാമൻപിള്ളയും നാസികളും. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതാന്ത്യം വരെ പോരാടിയ വിപ്ലവകാരിയാണ് മലയാളിയായ ചെമ്പക രാമൻപിള്ള. കാബൂൾ ആസ്ഥാനമാക്കി രാജ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യ മന്ത്രിയായിരുന്നു ഇദ്ദേഹം. ശ്രദ്ധിക്കുക, കാബൂൾ ആസ്ഥാനമാക്കി രാജ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യ മന്ത്രിയായിരുന്നു. ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള ഏക വിദേശീയനായിരുന്ന അദ്ദേഹം ഹിറ്റ്ലറോടും നാസികളോടും അകന്നതോടെ അവരുടെ ശത്രുവായി മാറി എന്ന് പറയുന്നുണ്ട്. അടുത്ത അച്ചുതണ്ട ശക്തികളും സഖ്യശക്തികളും. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ പരിശോധിക്കുന്നത്. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ഇവരടങ്ങിയത് അച്ചുതണ്ട ശക്തികളും. അടുത്ത ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന ഇവര് സഖ്യശക്തികളും എന്നറിയപ്പെടുന്നു. അനാക്രമണ സന്ധി 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയും. ചോദിക്കാം, ഈ അനാക്രമണ സന്ധി 1939 ഒപ്പുവെച്ചത് ആരൊക്കെയെന്നായിരിക്കും കേട്ടോ. സോവിയറ്റ് യൂണിയനും ജർമ്മനിയും. ഈ സന്ധി പ്രകാരം പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളണ്ട് പങ്കുവെക്കാമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു. എന്നാൽ 1941 ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചതോടെ ഈ കരാർ എന്ത് ചെയ്തു? അവസാനിച്ചു. അടുത്ത ഹിബാക്കുഷുകൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിരോഷിമ, നാഗസാക്കി ദുരന്തം പേറി ജീവിക്കുന്ന മനുഷ്യരാണ് ഹിബാക്കുഷുകൾ. അണുവികിരണത്തിന്റെ തീവ്രതയിൽ ഓരോ നിമിഷവും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഹിബാക്കുഷുകൾ ജപ്പാനിൽ ഉണ്ട്. ഇത് യുദ്ധത്തിലെ കലാസൃഷ്ടികളെ കുറിച്ചാണ് പറയുന്നത്. പിക്കാസോയുടെ വിഖ്യാത ചിത്രമാണ് ഗോർണിക്ക. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നോവൽ മണിമുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്നിവ രണ്ടാം ലോക മഹായുദ്ധത്തോടുള്ള കലാപരമായ പ്രതികരണങ്ങളാണ്. അപ്പോൾ പിക്കാസോയുടെ വിഖ്യാത ചിത്രമായ ഗോർണിക്ക, ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നോവൽ ഏതാണ്? മണിമുഴങ്ങുന്നത് ആർക്കു വേണ്ടി. അടുത്ത പോളിഷ് സംവിധായകൻ ആന്ദ്രേ വൈദയുടെ യുദ്ധചിത്രങ്ങളായ ത്രയങ്ങൾ, അതായത് 3 ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്സ്. ഏതൊക്കെയാണ്? ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്സ് എന്നിവയും. ഡേവിഡ് ലിഞ്ച് സംവിധാനം ചെയ്ത ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയ്. ഇതാണ് ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയ്. ചാർലി ചാപ്പിന്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. ഏതാണ്? ചാർലി ചാപ്പിന്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. അലൻ റെനോയുടെ ഹിരോഷിമ മോൺ അമോർ. അലൻ റെനോയുടെ ഹിരോഷിമ മോൺ അമോർ. സ്റ്റീവ് സ്പിൽബർഗിന്റെ ഷിൻഡേഴ്സ് ലിസ്റ്റ്. ശ്രദ്ധിച്ചോളാം കേട്ടോ, ഇത് ചോദിക്കാം. ഷിൻഡേഴ്സ് ലിസ്റ്റ് അതാണ് സ്റ്റീവൻ സ്പിൽബർഗ് എന്നിവയും രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് സഡാക്കോ. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന അണുവികിരണത്തിന്റെ ഇരയാണ് സഡാക്കോ സുസുക്കി എന്ന ബാലിക. അത് രോഗശയ്യയിൽ വെച്ച് നിർമ്മിച്ച സഡാക്കോ കൊക്കുകൾ ഇന്ന് ലോക യുദ്ധവിരുദ്ധ വികാരത്തിന്റെ പ്രതീകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ UN പതാക കൊടുത്തിട്ടുണ്ട്. ഇളം നീല നിറത്തിൽ 2 ഒലിവ് ഇലകളാണ്. അതിനു ചുറ്റും
ലോകത്തിന്റെ ഭൂപടവും കാണിച്ചിട്ടുണ്ട്. ശീതസമരം നോക്കിയോ. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞനായ ബർണാഡ് ബറൂച്ചാണ് കേട്ടോ. ബർണാഡ് ബറൂച്ചാണ്. വാൾട്ടർ ലിപ്മാൻ എഴുതിയ ശീതസമരം എന്ന ഗ്രന്ഥം ഇതിന് കൂടുതൽ പ്രചാരം നൽകി. അപ്പൊ ശീതസമരം എന്ന ഗ്രന്ഥം എഴുതിയത് വാൾട്ടർ ലിപ്മാൻ ആണ്. ബർണാഡ് ബറൂച്ച് ആണ് ശീതസമരം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. ധ്രുവ ലോകം എന്താ കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരേ സഖ്യത്തിലായിരുന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം യഥാക്രമം മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും നേതൃത്വം കൊടുത്തു. ആശയപരമായ ഈ ചേരിതിരിവിനെ ചരിത്രകാരനായ ആർണോൾഡ് ടോയൻബി ഇരുധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ചു. അപ്പൊ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും ചേരിതിരിവിനെ ധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് ആർണോൾഡ് ടോയൻബി. ശീത സമരകാലത്തെ സൈനിക സഖ്യങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. എന്താണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ? ആരൊക്കെയായിരുന്നു? അമേരിക്കയും സഖ്യ കക്ഷികളായിരുന്നു. അടുത്ത സീറ്റോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ. ഒന്നുകൂടെ പറയാം, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ. അതും അമേരിക്കയും സഖ്യകക്ഷികളുമായിരുന്നു. അടുത്ത് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. എന്താ പറഞ്ഞേ? സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. അതും അമേരിക്കയും സഖ്യകക്ഷികളും. ഇവിടെ ശ്രദ്ധിക്കേണ്ട വാഴ്സ ഉടമ്പടി. എന്താണ് വാഴ്സ ഉടമ്പടി? അത് സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളാണ്. മറക്കല്ലേ, ഇതിൽ കൊടുത്തിട്ടുള്ളത് വ്യത്യസ്തമായത് സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളുമായിരുന്നു വാഴ്സ ഉടമ്പടി. അടുത്ത് നോക്കിയേ. ഒരു കൈയിൽ സമാധാനത്തിന്റെ ഒലിവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായുമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലിവിലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ. 1974 UN അസംബ്ലിയിൽ പാലസ്തീൻ വിമോചന സംഘടനയുടെ ചെയർമാനായിരുന്ന യാസർ അറാഫത്ത് പ്രസംഗിച്ചതാണ്. അടുത്തത് സിയോണിസം. എന്താണ് സിയോണിസം എന്ന് നോക്കാം. ജൂതന്മാർക്കായി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് സിയോണിസം. ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് തിയേഡർ ഹെർഷൽ എന്ന എഴുത്തുകാരനാണ്. ദ ജൂവിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലാണ് ജൂതരാഷ്ട്രം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അപ്പൊ ദ ജൂവിഷ് സ്റ്റേറ്റ് എഴുതിയത് ആരാ? തിയേഡർ ഹെർഷലാണ്. ഓക്കെ. അപ്പൊ സിയോണിസം ജൂതന്മാർക്കുമായി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് സിയോണിസം. അടുത്ത ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും. മിഖായിൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളാണ് ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും. രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം നടപ്പിലാക്കുന്നതിനായി കൊണ്ടുവന്നിരുന്നതായിരുന്നു ഗ്ലാസ്നോസ്റ്റ്. ഇത് പ്രകാരം പൗര അവകാശങ്ങളിലുള്ള നിയന്ത്രണങ്ങളും പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളും നീക്കം ചെയ്തു. സോവിയറ്റ് യൂണിയന്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിനായാണ് പെരിസ്ട്രോയിക്ക നടപ്പിലാക്കിയത്. ഉൽപാദന മേഖലയിലെ രാഷ്ട്രത്തിന്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക, കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ഇളവ് വരുത്തുക എന്നിവ ഇതിന്റെ ഭാഗമായിരുന്നു. അപ്പം ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും കൊണ്ടുവന്നതാരാണ്? മിഖായിൽ ഗോർബച്ചേവ് ആണ് അല്ലെ. പെരിസ്ട്രോയിക്ക എന്തിനായിരുന്നു? ഉൽപാദന മേഖലയിലുമായി ബന്ധപ്പെട്ടതാണ്. സമ്പദ്ഘടനയെ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെ. ഗ്ലാസ്നോസ്ത് എന്ത് വേണ്ടിയാണ്? പൗരാവകാശങ്ങളെ നിയന്ത്രിക്കുന്നതിനും പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുന്നതിനും വേണ്ടിയായിരുന്നു. ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചേക്കുക. അടുത്ത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണത്തിന്റെ പ്രത്യേകതകൾ. ഏറ്റവും എളുപ്പമുള്ള സ്വകാര്യവൽക്കരണം എന്ന് നോക്കിയേ. സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചു എന്ന് പറയുന്നുണ്ട്. ഉദാരവൽക്കരണത്തിലോട്ട് വന്ന ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനത്തിനും നിയന്ത്രണങ്ങളില്ലാതെ കടന്നു വരാനായി ഇറക്കുമതി നിയമങ്ങളും നികുതികളും ഉദാരമാക്കി എന്നാണ് പറയുന്നത്. അതാണ് ഉദാരവൽക്കരണം. ഇനി ആഗോളവൽക്കരണത്തിന്റെ പ്രത്യേകതകൾ. രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ്ഘടനയുമായി ബന്ധിപ്പിച്ചു. ബഹുരാഷ്ട്ര കമ്പനികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചു. മത്സരങ്ങളിലൂന്നിയ കമ്പോളം നിലവിൽ വന്നു. അതിരുകളില്ലാതെ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, വിഭവങ്ങൾ, മൂലധനം, പുത്തൻ സാങ്കേതിക വിദ്യ, മനുഷ്യ വിഭവശേഷി എന്നിവയുടെ ഒഴുക്ക് സൃഷ്ടിച്ചു. ഇതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. പരീക്ഷയിൽ നല്ല
ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടും. അടുത്ത ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞിട്ടൊരു കോളം. 1-ാം ലോക മഹായുദ്ധത്തിലാണ് ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം എന്നിവ ഉണ്ടായത്. ഫാസിസവും നാസിസവും ബെനിറ്റോ മുസോളിനി അല്ലേ, അഡോൾഫ് ഹിറ്റ്ലർ. ഫാസിസം ബെനിറ്റോ മുസോളിനി, നാസിസം അഡോൾഫ് ഹിറ്റ്ലർ. 2-ാം ലോക മഹായുദ്ധം അച്ചുതണ്ട ശക്തികളും സഖ്യ ശക്തികളുമായിരുന്നു അല്ലെ. യുദ്ധാനന്തര ലോകത്തില് ഐക്യരാഷ്ട്രസഭ, ശീതസമരം, പിന്നെന്താ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ മോചനം, ചേരിചേരാ പ്രസ്ഥാനം, നവ സാമ്രാജ്യത്വം എന്നിവയാണ്. ഓക്കെ.